ഓർമ്മയുണ്ടോ ആശമാരുടെ സമരം നടന്നത് തിരുവനന്തപുരത്ത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മുട്ടുകുത്തി നിന്ന് സമരം ചെയ്തു, മുടിമുറിച്ച് സമരം ചെയ്തു, തലമുണ്ഡനം ചെയ്ത് സമരം ചെയ്തു, മരിച്ചതുപോലെ കിടന്ന് സമരം ചെയ്തു. ഒടുവിൽ ആ സമരം അവസാനിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം മുദ്രാവാക്യം വിളിച്ച് നടന്നു നീങ്ങിയ ആശാരിൽപ്പെട്ട ഒരു സ്ത്രീയുടെ നെഞ്ചിനു നേരെ ഈ കേരളത്തിലെ പോലീസിന്റെ വാൻ വന്ന് നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ? ഓർമ്മയിൽ മറന്നു പോകരുതേ. ഇയാൾ ഇനിയും ചിലപ്പോൾ 200 രൂപ പെൻഷൻ കൂട്ടിത്തരും. മറന്നു പോകരുത് നിങ്ങൾ. നിങ്ങളുടെ ഓർമ്മകളിൽ ഉണ്ടാവണം എന്റെ സഹോദരിമാരുടെ. ആ സമരം ചെയ്യുന്ന ആശമാർക്കിടയിൽ പ്രിയപ്പെട്ടവരെ, മലയാളത്തിലെ ആക്ടിവിസ്റ്റ് ജയദേവിക ഒരു സർവേ നടത്തി 50 സ്ത്രീകളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യം? ആ സ്ത്രീകളിൽ 22 പേർ വിവാഹമോചിതരാണ്, 34 പേരുടെ വീട് പണയത്തിലാണ്, 26 പേരുടെ വീട്ടിൽ അവർക്ക് കിട്ടുന്ന ആ ശമ്പളമല്ലാതെ 1 രൂപ വരുമാനില്ല. അവർക്ക് എത്ര കിട്ടുന്നതെന്നറിയാം നിങ്ങൾക്ക്? എത്രയാണ്? ഒരു ദിവസം 300 രൂപ. രാവിലെ എഴുന്നേറ്റാൽ വൈകുന്നേരം വരെ നിങ്ങളുടെ ഈ തിക്കോടിയിൽ ഒരാശയുണ്ടെങ്കിൽ അവരുടെ പിറകെ നിങ്ങളൊന്ന് പോകും. ഒരിറ്റു വെള്ളം കുടിക്കാൻ നേരമില്ലാതെ, ഒന്ന് വിശ്രമിക്കാൻ നേരമില്ലാതെ രാപകൽ നടത്തുന്ന കഠിനാധ്വാനത്തിന് അവർക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ആ 300 രൂപ. തൊഴിലുറപ്പിന് പോകുന്ന എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരുണ്ട്? കുറെ ആളുണ്ടാവില്ല. എത്ര കിട്ടും? എത്രയാണ് തൊഴിലുറപ്പിന്റെ കൂലി? 463. റൗണ്ടാക്കിക്കോ, 500 ആക്കാം. എന്നാൽ ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥലം എവിടെയാണെന്നറിയാം നിങ്ങൾക്ക്? എവിടെയാണെന്നറിയാം? 10 മടങ്ങ് വർധനവാണ്. സ്കിൽഡ് ലേബർമാർ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 120 രൂപ. സെമി സ്കിൽഡ് ലേബർമാർ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 87 രൂപ. അൺസ്കിൽഡ് ലേബർമാർ, അവർക്ക് നേരത്തെ ഉണ്ടായിരുന്നത് 63 രൂപ. സ്കിൽഡുകാർക്ക് ഇപ്പോൾ 630 കിട്ടും, സെമി സ്കിൽഡുകാർക്ക് 570 കിട്ടും, അൺസ്കിൽഡുകാർക്ക് 520 കിട്ടും. മാസ ശമ്പളം 10,000 രൂപ മുടങ്ങാതെ കിട്ടും. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നേരത്തെ അവിടെ ഫ്രീ ആണ്. സ്ഥലം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ജയിലാണ് പ്രിയപ്പെട്ടവർ. എന്തിനാണെന്നറിയോ? ഇവരെ ഇഷ്ടക്കാരാണ് അവിടെ മുഴുവൻ, ഇവരുടെ പാർട്ടിക്കാരാണ്. ജില്ലാ കമ്മിറ്റി മുതൽ താഴേക്ക് ബ്രാഞ്ച് കമ്മിറ്റി വരെ